ഹലോ ഗായ്സ്, ഈ സോക്കർ ഗെയിമിംഗ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എൻ്റെ ന്യൂ അക്കൗണ്ടിലെ ഒരു കണ്ടൻറ്റുമായിട്ടാണ്. എന്തെന്ന് വെച്ചാൽ എൻ്റെ 300 കോയിൻസ് ഉണ്ട്. അതൊന്ന് എപ്പിക് ബോക്സ് ത്രോയിലൊന്ന് കറക്കി നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും എടുത്ത് വെച്ചിട്ട് ഒരു ഗുണവുമില്ല. എടുത്തേക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബോക്സ് ത്രോ ആണെങ്കിൽ ഇത് 200 പ്ലേയേഴ്സിൻ്റെ ബോക്സ് ത്രോ ആണ്. അതാണെങ്കിൽ 20,000 കോയിൻസ് തന്നെ എടുത്തേക്കേണ്ടി വരും. അല്ലാതെ പിന്നെ കിട്ടാനൊന്നുമില്ല. പിന്നെ എടുത്തേക്കുന്നുണ്ടെങ്കിൽ ഒരു 15,000 കോയിൻസ് എന്തായാലും എടുത്തേക്കണം. അല്ലെങ്കിൽ ഏത് ബോക്സ് ആയാലും കിട്ടാൻ ചാൻസ് കുറവാണ്. എത്ര തവണ കറക്കിയാലും ലക്കിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ലക്കുണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് കറക്കി നോക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എടുത്ത് വെച്ചിട്ട് ഒരു ഗുണമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് കറക്കി നോക്കാം ഗൈസ്. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. നമുക്ക് നോക്കാം ഗൈസ്. 300 കോയിൻസാണ് ഉള്ളത്. ഫസ്റ്റ് ഒന്ന് ഫ്രീ ആയി ഒന്ന് കറക്കി നോക്കാം. കാർഡ്സിനൊന്നും ക്ലിക്കൊന്നും ചെയ്യുന്നില്ല. ഒന്ന് നോക്കാം എന്താണ് കിട്ടുന്നില്ലേന്ന്. ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. നോക്കാം ഗൈസ് എന്ത് നടക്കുമെന്ന്. ഇല്ല ഗൈസ്, ഫസ്റ്റത്തെ ബോക്സ് ഇപ്പോൾ മൂഞ്ചി. ഇനി രണ്ടാമത്തേതിൽ നോക്കാം. ഫസ്റ്റത്തത് ബേസ് കാർഡാണ് ഗൈസ്. ഇത് 3 സ്റ്റാറിൻ്റെയാണ്. ഇനി രണ്ടാമത്തതിലേക്ക് പോകാം. രണ്ടാമത് നമുക്ക് ഒന്ന് ബോക്സിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കാം. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. നമുക്ക് നോക്കാം ഗൈസ് എന്ത് നടക്കുമെന്ന്. എല്ലാം പെട്ടെന്ന് എപ്പിക്കായാലും ഷോർട്ട് ടൈം ആയാലും ഏത് കിട്ടിയാലും ഭാഗ്യം തന്നെയാണ്. എല്ലാം നല്ല കാർഡ്സൊക്കെയാണ്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് 200 പ്ലേയേഴ്സിന് വെക്കുന്നത്. എന്തിനാണ് അവർ 200 പ്ലേയേഴ്സ് ആക്കുന്നതെന്ന് അറിയുന്നില്ല. അവർക്ക് 150 തന്നെ കിട്ടാൻ പാടാണ്. അതിനിടയ്ക്ക് അവർ 200 പ്ലേയേഴ്സ് വെച്ചാണ് കറക്കാൻ വെക്കുന്നത്. എന്താ ചെയ്യുക, നമുക്ക് നോക്കാം. പിന്നെ എടുത്ത് വെച്ചിട്ട് ഒരു ഗുണം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കറക്കാമെന്ന് വിചാരിച്ചത്. ഇല്ല ഗൈസ്, രണ്ടാമത്തെ പോസ്റ്ററും മുഞ്ചിരിക്കുന്നു. അതും ബേസിൽ തന്നെ ആണ്. ഡാനി ഡേവി ബൈക്ക്. നോക്കാം, ലാസ്റ്റത്തെയാണ് ഗൈസ്. നമുക്കൊന്ന് ബാക്ക് പോയി വീണ്ടും ഒന്ന് വന്ന് നോക്കാം. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഒന്ന് പുറത്തുനിന്ന് തന്നെ എല്ലാ കാർഡ്സും ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഗുള്ളിറ്റുണ്ട്, നെഡ്വിഡുണ്ട്, വിക്ടർ ഗ്യുക്കോറസ് ഉണ്ട്, മുസിയാല ഉണ്ട്. അവർ ആരെ തരാനാണ് ഉദ്ദേശിച്ചത് അറിയില്ല. ആരെയും തരാറുമില്ല. ആരെങ്കിലും ഒരാളെ കിട്ടിയാലും അത്രയും നല്ലതായിരുന്നു. നോക്കാം ഗൈസ് എന്താ നടക്കുന്നതെന്ന്. ഇല്ല ഗൈസ്, പോയി, എല്ലാം പോയി. ഒരു പ്ലെയറുമില്ല. ബേസ് കാർഡ് തന്നെയാണ് തന്നിരിക്കുന്നത്. ഗുസ്താഫ് നിൽസൺ, ആരോ അറിയപ്പോലുമില്ല ഗൈസ്. എല്ലാം 3 സ്റ്റാറിൻ്റെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബോക്സിലൊക്കെ മൂഞ്ചിട്ടുണ്ട്. എല്ലാവരും ബോക്സിലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ എല്ലാവരും എന്തെങ്കിലും പോരെ നമ്മളെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് അതിനുള്ള പരിഹാരം ഒന്ന് പറഞ്ഞു തന്നെങ്കിൽ അത്ര നല്ലതായിരുന്നു. എല്ലാവരും കമൻ്റ് ഇടുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ ഗൈസ്.